പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും വഴക്കിടുകയും ദേഷ്യപ്പെടുകയും അതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ച് കരയുകയും ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? അവർ പലപ്പോഴും സഹിച്ച് സഹനത്തിൻ്റെ അങ്ങേ തല കാണുന്ന സമയത്താണ് ഈ പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ വരുന്നത്. അവരിരുന്ന് കരയുന്നത് പലപ്പോഴും അപ്പം ആ വഴക്ക് ഉണ്ടാവാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം കൊണ്ടല്ല, മറിച്ച് അവർക്ക് ദിവസങ്ങളോളം അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷമങ്ങളുണ്ടാവും, ചില സ്ട്രെസ്സുകളുണ്ടാകും. എനിക്കിനി വയ്യല്ലോ എന്നൊരവസ്ഥയിൽ എത്തുന്ന സമയത്താണ്, സഹനത്തിൻ്റെ പീക്കിലെത്തുന്ന സമയത്താണ് അവർ ഈ കരച്ചിൽ കരയുന്നത്. അങ്ങനെയുള്ള ആളുകളോടെ നമ്മളവർ കൂളായിട്ടിരിക്കുന്ന സമയത്ത് അവരോട് ചെന്നിട്ട് ചോദിക്കണം, എന്താണ് നിങ്ങളുടെ വിഷമം, എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷമം എന്താണ്? അവരോട് സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് അവരുടെ പ്രശ്നം നമ്മൾ തിരിച്ചറിയണം. കാരണം അവരുടെ ഉള്ളിൽ കാലങ്ങളായിട്ട് കുമിഞ്ഞുകൂടിയിട്ടുള്ള ഈ വിഷമവും സങ്കടവും സ്ട്രെസ്സും സ്ട്രെയിനും ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞിട്ട് അതിൻ്റെ ചൂടും പുകയാണ് നമ്മൾ ഈ പൊട്ടിത്തെറികളും വിഷമങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് പുറത്തോട്ട് കാണുന്നത്.